ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ഈ അനധികൃത കുടിയേറ്റം. നുഴഞ്ഞുകയറ്റം ഒരു വശത്തുണ്ട്, അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഈ കുടിയേറ്റം, അനധികൃത കുടിയേറ്റം ഇന്ത്യ വലിയ ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ രീതികളും ഒക്കെ പിന്തുടർന്നുകൊണ്ട് ഇന്ത്യയും ഈ അനധികൃത കുടിയേറ്റം തടയാനും കുടിയേറിയവരെ ഒഴിപ്പിക്കാനുമുള്ള നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് അങ്ങേക്ക് അതിൽ പറയാനുള്ളത്? അല്ല, കുടിയേറ്റം യൂറോപ്പിന് ഒരു അനുഗ്രഹമാണ് ഇൻ ഡിസ്ഗൈസ്. കാരണം അവിടെ പോപ്പുലേഷൻ കുറവാണ്. ഈ മെനിയൽ ജോബ്സ് ഒക്കെ ചെയ്യാൻ, താഴത്തോട്ട് ജോബ്സ് ചെയ്യാൻ ആളുകളില്ല. മെഷീനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ പല ജോലികളും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിട്ട് അവരെ എതിർപ്പ് പറയുമെങ്കിൽ പോലും അവർക്കൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ സ്വീഡൻ, നോർവേ പോലുള്ള രാജ്യങ്ങൾ കുടിയേറുന്നവർ, സ്വിറ്റ്സർലാൻഡ് ഭൂമിയും മറ്റു സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിന് അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇപ്പോൾ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ അവർ ആ ക്രൈസിസ് ഇല്ല, എങ്കിൽ പോലും ഒരു കുടിയേറ്റത്തിന് മുഖം തിരിച്ചൊരു രാജ്യമായിരുന്നില്ല. ഇപ്പോൾ അവർ മുഖം തിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വന്നുകൊണ്ടുകൂടി ആളുകൾ ജോലി ഇല്ലാതായതോട് കൂടിയിട്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റത്തിൻ്റെ ആവശ്യമില്ല. കുടിയേറ്റം ഇൻ ദ സെൻസ് ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ ഒരാവശ്യമില്ല, എമിഗ്രൻസിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആവശ്യത്തിൽ കൂടെ പോപ്പുലേഷൻ ഉണ്ട്, ഇവിടെ ജോലി കുറവാണ്, തൊഴിൽ ക്ഷാമമാണ്. ഇവിടെ തൊഴിൽ ക്ഷാമമാണ്, ആവശ്യത്തിൽ കൂടുതൽ ആളുകളുണ്ട്, സപ്ലൈ കൂടുതലുണ്ട്, ഡിമാൻഡ് കുറവാണ് അല്ലേ. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. യൂറോപ്പിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സപ്ലൈ കൂടുതലാണ്, ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കുടിയേറ്റം വേണമെന്ന് വെച്ചാൽ കുടിയേറ്റത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടുത്തെ ആളുകൾക്ക് തന്നെ ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ. ഇപ്പോൾ സ്കിൽഡ് ലെവേഴ്സ് ആണെങ്കിലും ഇവിടെ ആവശ്യത്തിനുണ്ട്. വളരെ താഴെ തട്ടിൽ ജോലി ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം കുടിയേറ്റം ആവശ്യമില്ലാത്ത രാജ്യമാണ് നമ്മൾ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ നമ്മളെക്കാളും ദരിദ്രരാണ്. പലപ്പോഴും ബംഗ്ലാദേശും പാകിസ്ഥാനൊക്കെ സോഷ്യൽ ഇൻഡൈസസിൽ നമ്മളെക്കാളും മുന്നിൽ പോയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ വരെ പോയിട്ടുണ്ട് കുറേ ഘട്ടങ്ങൾ. പക്ഷെ നമ്മൾ ഹ്യൂജ് രാജ്യമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ട, ഒരു ട്രെയിൻ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല, ഒരു സ്കൂട്ടർ നിങ്ങൾക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റും. അതുപോലെയാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയൊക്കെ അവസ്ഥ. ബംഗ്ലാദേശ് ഒരു സ്കൂട്ടറാണ്, അത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സാമ്പത്തിക വളർച്ച കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ കുറയ്ക്കാൻ വളരെ എളുപ്പമാണ്, കൂട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് മൊത്തം സിസ്റ്റം ആകണം, സിസ്റ്റത്തിന് ആക്സിലറേറ്റ് ചെയ്യുന്നു. ട്രെയിൻ സ്പീഡ് കൂട്ടുന്ന പോലെയാണ്, പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് അങ്ങനെ സ്പീഡ് കൂട്ടാനും പറ്റില്ല. അപ്പം അപ്പോൾ ഈ ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി തേടിയാണ് ഇവിടെ വന്നത്. ബേസിക്കലി ബംഗ്ലാദേശിൽ നിന്ന് ബേസിക്കലി രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന്, ഹിന്ദുക്കൾ വരുന്ന അവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടാണ്, അഭയാർത്ഥികളായിട്ടാണ്, പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ വരുന്നത് ജോലി അന്വേഷിച്ചിട്ടാണ്, തൊഴിൽ അന്വേഷിച്ചിട്ട്. പക്ഷേ ബംഗ്ലാദേശിൽ ജിഹാദി എലിമെൻ്റൊക്കെ വളരെ കുറവാണ്. ഇതിനിടയിൽ കലക്കുളത്ത് മീൻ പിടിക്കാൻ വേണ്ടി രണ്ട് ജിഹാദികളും കൂടി പോകുമ്പോൾ കയറ്റി വിടുന്നുണ്ടാവും. പക്ഷേ ബംഗ്ലാദേശിലെ ബേസിക്കലി ജിഹാദികളല്ല തൊഴിലന്വേഷിച്ച് വരുന്ന ആളുകളാണ്. ജിഹാദികളും മുസ്ലിങ്ങളും നമ്മൾ വ്യത്യാസം അറിയാം. ഞാനത് മുസ്ലിമാണ്, അതിനോട് ജിഹാദി. ചില ആളുകളൊക്കെ വന്നിട്ട് ജിഹാദി, ഇവന്മാർ ജിഹാദി എന്താണെന്ന് പറയും. ജിഹാദി എന്ന് വെച്ചാൽ ബേസിക്കലി രണ്ടിടത്തുള്ള ജിഹാദാണ്. ഒന്ന്, എൻ്റെ ഉള്ളിലുള്ള തിന്മകൾക്കെതിരെ ഞാൻ നടത്തുന്ന പോരാട്ടമാണ്. അപ്പം എനിക്കൊരു കാര്യമില്ല വെറുപ്പ് തോന്നുകയാണ്, അപ്പോൾ അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നതാണ്. എനിക്ക് തന്നെ തോന്നി അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഒന്നാമത്തെ ജിഹാദ്. അത് നല്ല ജിഹാദ്. തിന്മയ്ക്കെതിരെ നന്മ നടത്തുന്ന പോരാട്ടം ആന്തരികമായിട്ട്, അതാണ് ഒരു ജിഹാദ്. അങ്ങനെ അർത്ഥത്തിൽ ഞാനൊക്കെ ചിലപ്പോൾ ജിഹാദി ആയിരിക്കും. കാരണം വെച്ചാൽ ഞാൻ ആ പോരാട്ടം നടത്താറുണ്ട് പലപ്പോഴും. ഉള്ളു ശുദ്ധീകരിക്കാനുള്ള പരമാവധി. ഇപ്പം പണ്ടത്തെ 20 വർഷം മുമ്പുള്ള ഞാനല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. 20 വർഷം മുമ്പുള്ള ആളല്ലേ, ഈ മോഡിനെ കണ്ടുകൂടായിരുന്നല്ലോ. അപ്പം അങ്ങനെ അതുപോലെ രണ്ടാമത്തെ ജിഹാദ് എന്ന് വെച്ചാൽ അക്രമാസക്തനായി വരുന്ന ശത്രുവിനെതിരെ ഒരു രക്ഷയില്ലെങ്കിൽ ഈ ജാക്കി ജാനൊക്കെ നടത്തുന്ന ഫൈറ്റ് ഉണ്ട്. അതായത് ജാക്കി ജാൻ ഒരിക്കലും വലിയ കരാട്ടക്കാരനാണെങ്കിലും അങ്ങോട്ട് പോയി ഫൈറ്റ് ചെയ്യുന്നില്ല, പരമാവധി ഓടി നോക്കും, ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ തിരിച്ചടിക്കുള്ളൂ. ഇതാണ് രണ്ടാമത്തെ ജിഹാദ്. അതും ലോജിക്കലി അതിലെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്വയം രക്ഷയ്ക്കാണ്. അതായത് പിള്ളേരെ ബസ്സിൽ കയറി ബോംബ് വെക്കുന്നത്, പാവങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയും, ഇതൊന്നും നല്ല ജിഹാദ്. അങ്ങനെ ചെയ്യുന്ന അത് ഇസ്ലാമിന് തന്നെ വിരുദ്ധമാണ്. പക്ഷേ ഈ തീവ്രവാദികൾ ഇസ്ലാമിൻ്റെ പേരിൽ ചെയ്യുന്ന അതാണ്. ഇനി മണ്ടന്മാർ സകല ആളുകളെങ്കിൽ അത് ജിഹാദി എന്ന് വിളിക്കും. എന്നെ കഴിഞ്ഞ ഇതിൻ്റെ ചർച്ചേൻ്റെ അടിയിലൊക്കെ ഞാൻ ഓരോരുത്തന്മാർ നടത്തുന്ന മതപരിവർത്തനത്തെ പറ്റി പറയുമ്പോൾ ഇവൻ ജിഹാദിയാണ്. ഞാൻ ഒരേ മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും ഒരേപോലെ വിമർശിക്കാറുണ്ട് ഈ കാര്യത്തിൽ. കാരണം എനിക്കിപ്പം ഭയങ്കര സെക്കുലർ ആകാൻ വേണ്ടി എൻ്റെ മതത്തെ മറച്ചേക്കേണ്ട ആവശ്യമില്ല. മതവിശ്വാസിയാണ് സെക്കുലർ. ഇപ്പം ഇന്ത്യക്കാരൻ എല്ലാ കാലത്തും സെക്കുലറാണ്. അവിടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ നമ്മൾ ഹൃദയം തുറന്ന് സ്വീകരിച്ച ആളുകളാണ് ഇന്ത്യക്കാർ. നമ്മളെ സെക്കുലർ സംവിധാനം പഠിപ്പിക്കേണ്ട, ജൂതന്മാർക്ക് അഭയം കൊടുത്ത പിന്നെ എല്ലാവർക്കും, പാർസികൾക്ക്. അപ്പോൾ സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ മതം ഇല്ലാത്ത അവസ്ഥയല്ല, അത് യൂറോപ്പിലാണ്. സെക്യുലാരിസം എന്ന് വെച്ചാൽ ഇവിടെ മതമുണ്ട്, പക്ഷേ നിങ്ങൾ മറ്റു മതത്തിനെതിരല്ല എന്നുള്ളതാണ്. പിന്നെ എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നത് മതമൗലികവാദി. ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല, എല്ലാ മതങ്ങളും ശരിയെന്ന് പറയുന്ന ആളാണ്.
അപ്പോൾ ആ കൂട്ടത്തെ എന്നെ പെടുത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ മറ്റു ഇവന്മാരെന്ത് വിളിച്ചാലും എനിക്ക് ഒരുപാട് പേരുണ്ടല്ലോ, സംഗീന്നുണ്ട്, ജിഹാദി എന്നുണ്ട്, പിന്നെ യൂറോപ്യൻ ഏജൻറ്റ്, കഴിഞ്ഞ ദിവസം കേട്ടോ യൂറോപ്യൻ ഏജൻറ്റ്, കമ്മിയുണ്ട്, കോങ്ങിയുണ്ട്, അങ്ങനെ പല പേരും എനിക്ക് കിട്ടാറുണ്ട്. ഏറ്റവും കൂടുതൽ കേട്ടത് സംഗീ ജിഹാദിയാണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്, പക്ഷേ അത് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതാണ് ജിഹാദ്. എന്നെ സംബന്ധിച്ച് ഞാൻ മുസ്ലിമാണ്. മുസ്ലിം ആയതുകൊണ്ട് ആരും എന്താണ് വർഗീയവാദി ആവുന്നില്ല, ക്രിസ്ത്യൻ ആയതുകൊണ്ടാവുന്നില്ല, ഹിന്ദു ആവുന്നതായതുകൊണ്ടില്ല. മറ്റു മതങ്ങളെ വിദ്വേഷത്തോടു കൂടി കാണുമ്പോഴാണ് വർഗീയവാദിയാവും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം ബംഗ്ലാദേശിൽ നിന്ന് അങ്ങനെ വരുന്നതാണ്. രണ്ടാമത്തത് വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ പ്രധാനമായി ഹിന്ദുക്കളാണ് വരുന്നത്. അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദു ന്യൂനപക്ഷം, ക്രിസ്ത്യൻ ന്യൂനപക്ഷം വളരെ അപൂർവമായിട്ട് വരുന്നുണ്ട്. നേപ്പാളിൽ നിന്നാണെങ്കിൽ വരുന്നത് ഹിന്ദുസ് തന്നെയാണ് ബേസിക്കലി. പിന്നെ തൊഴിലന്വേഷിച്ച് അവർക്ക് നമ്മൾ വർക്ക് പെർമിറ്റ്, ഈ സാക്ക് രാജ്യങ്ങൾ നമ്മൾ വർക്ക് പെർമിറ്റ് കൊടുക്കാറുണ്ട് അടുത്തുള്ള അതിർത്തി പ്രദേശങ്ങളിൽ. ഇപ്പം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ വരാൻ തിരിച്ച് ക്രോസ് ചെയ്യാം, തിരിച്ച് ക്രോസ് ചെയ്ത് അവിടെ പോയി കൃഷി ചെയ്തിട്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയമപരമായി അത് എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ അതിർത്തി പ്രദേശത്ത് താമസിക്കുന്നവർക്കൊക്കെയാണ് അതിൻ്റെ ആനുകൂല്യമുള്ളത്. നമുക്ക് ഇപ്പോൾ നേപ്പാളിൽ പോകണമെങ്കിൽ വിസയുടെ ആവശ്യമില്ല, പാസ്പോർട്ട് മതി, ഇന്ത്യൻ രൂപ അവിടെ എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം നിയമപരമായിട്ടുണ്ട്. പക്ഷേ ചികിത്സയ്ക്ക് വരുന്നവരുണ്ട്. അങ്ങനെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ അങ്ങനെ ഒരുപാട് പേര് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സഞ്ജാത എക്സ്പ്രസ് ഒക്കെ ഓടിക്കുന്നത്. ഇപ്പം ഇല്ലീഗൽ ഇമിഗ്രൻസ് വളരെ പാവപ്പെട്ട ആളുകൾ, വളരെ ഇന്റീരിയർ അതിർത്തി നിന്നൊക്കെ ദൂരമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പം സൈഫ് അലി ഖാൻ ആക്രമിച്ചിട്ടില്ലേ വെറുതെ, ഇമ്മാതിരിയുള്ള ആളുകളാണ് അവർ ജോലി അന്വേഷിച്ച് വരുന്നത്. ഇല്ല, ഈ സൈഫ് അലി ഖാൻ ആക്രമിച്ചാൽ അവിടെ ക്രിമിനലാണ്, ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് തോന്നുന്നു, സ്പോർട്സുകാരൊന്നും തോന്നുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെയുള്ള ആളുകൾ ഇവർ ഉപയോഗപ്പെടുത്തുക. കാരണം ഇവർ അഡ്രസ്സ് ഇല്ലാത്ത ആളുകൾ, ഷാഡോസ് ആണ്, ഇവരാരും എന്തുമില്ല, ഇവരാർക്കും എന്തും ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രൈം ചെയ്യാൻ വേണ്ടി ഇവർ സ്പെഷ്യലി റിക്രൂട്ട് ചെയ്യുന്ന ആളുകളാണ്. പിടിച്ചു കഴിഞ്ഞാലും ആരും ഇവരെ ഓൺ ചെയ്യില്ല, ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടാവില്ല. കേരളത്തിൽ തന്നെ ഒരു കേസ് കുടുങ്ങി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരാൾ, ആ കേസ് അന്വേഷിച്ച് എല്ലാവർക്കും അറിയാം പിന്തുടർന്നാണ് അയാൾ നിരപരാധിയാണ്. അതിന് പ്രതികളൊക്കെ വളരെ പ്രമുഖർ, എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയണ്ടാവും, ഞാൻ കേസൊന്നും പറയുന്നില്ല. പക്ഷേ എന്താ ചെയ്യുക, നമുക്കത് സങ്കടത്തോടു കൂടി കണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഈ ആനന്ദിൻ്റെ സിനിമയിൽ, ആനന്ദിൻ്റെ നോവലുകളിൽ പറയുന്നുണ്ട്, കൊല്ലേണ്ട ആളെ കെട്ടിയിട്ടില്ലെങ്കിൽ ആ കയറിന് പറ്റിയ തലയുള്ള ഒരാളെ പിടിച്ചിട്ട് തൂക്കിക്കൊല്ലുക എന്നുള്ള ആനന്ദിൻ്റെ ഗോബന്ധൻ്റെ യാത്രകളിലോ മറ്റോ പറയുന്നത്. അതുപോലെയാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നതിന് മാതിരി ക്രിമിനൽസും വരാറുണ്ട്. ബേസിക്കലി ബംഗ്ലാദേശ് എമിഗ്രേഷൻ സംഭവിക്കുന്നത് വെച്ചാൽ ഈ തൊഴിലന്വേഷിച്ച് പാവങ്ങൾ വരുന്നതാണ്. അവിടെ ഒടുക്കത്തെ ദാരിദ്ര്യമാണ്. രാജ്യം പലപ്പോഴും ഇന്ത്യയെക്കാട്ടും സോഷ്യൽ ഇൻഡസ്ട്രീസ് മുന്നിൽ കാണുമ്പോൾ ദാരിദ്ര്യം ഭീകരമാണ്. അപ്പോൾ അവർ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നു. ഇവിടെ ആസാം, ബീഹാർ ആ പ്രദേശങ്ങളാണ് ഒരു പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ അടുത്താണ് കേരളത്തിലേക്ക് വന്നു തുടങ്ങിയത്. ഇപ്പോൾ കോഴിക്കോട് ഒരു ബംഗ്ലാദേശ് കോളനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആ ബംഗ്ലാദേശ് കോളനി എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ താമസിക്കുന്നതല്ല, കോഴിക്കോട് കുറേ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ബംഗ്ലാദേശ് കോളനി. തിരുവനന്തപുരത്ത് കൊണ്ട് വളരെ പണ്ടേ അടുത്തൊരു ബംഗ്ലാദേശ് കോളനി ഉണ്ടല്ലേ, വളരെ പഴക്കമുള്ള. ഓക്കെ. അപ്പം ബംഗ്ലാദേശികളുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഈ ബംഗ്ലാദേശ് കോളനി ചെയ്യുന്ന പിള്ളേരുണ്ട്. അവർക്ക് ബേസിക്കലി പാവങ്ങളാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ പൗരത്വ നിയമമൊക്കെ തന്നുകൂടി നമ്മളിതൊക്കെ നമ്മൾ 50 വർഷം ലാഗ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇപ്പം പാകിസ്ഥാനിലൊക്കെ തന്നെ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുസിൻ്റെ കാര്യം അത് നമ്മൾ മുമ്പേ പരിഹരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് പരിഹരിക്കപ്പെട്ടില്ല? അവർ അവിടെ ഇല്ലാതെ നിൽക്കുകയായിരുന്നു. പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഈ RSSൻ്റെ ഒക്കെ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ട് അവർ വലിയ രീതിയിൽ ഉപദ്രവിക്കപ്പെട്ടില്ല. പക്ഷെ അവരിങ്ങനെ നാടോടികളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലരും. അപ്പോൾ അതുകൊണ്ട് പൗരത്വ നിയമം പണ്ടേ വരേണ്ട ഒരു കാര്യമാണ്. അത് വൈകിപ്പോയി. അത് പിന്നെ BJP എന്നാൽ BJP ചെയ്തിരിക്കും. വാജ്പേയിക്ക് ചെയ്യാൻ പറ്റില്ല, മോഡി ചെയ്തിരിക്കും. അങ്ങനെയാണ് പൗരത്വ നിയമം വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഇപ്പം ഇവിടെ തൊഴിലില്ലാത്തൊരു യുവത്വം, തൊഴിലുണ്ട് പക്ഷേ അണ്ടർ എംപ്ലോയ്മെൻറ്റ്, എന്നാൽ നമ്മുടെ ചെയ്യുന്ന ജോലി നമ്മുടെ യോഗ്യത കിട്ടുന്നതല്ല. അത് ഇന്ത്യയിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഇന്ത്യ അബ്സല്യൂട്ട് പോവർട്ടി, അതിദാരിദ്ര്യം കുറയുന്നുണ്ട്, പക്ഷേ റിലേറ്റീവ് പോവർട്ടി, അതായത് ബാങ്ക് ഉദ്യോഗസ്ഥനും ഒരു പ്യൂണും തമ്മിലുള്ള വ്യത്യാസം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും ഒരു ഓട്ടോ ഡ്രൈവറും തമ്മിലുള്ള വ്യത്യാസം അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും കൂടുതൽ തൊഴിലവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതായിട്ട് വരും. ഈ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസിന്റെ ഒരു അകൽച്ച അത് രാജ്യത്തെ ഉള്ളിൽ നിന്ന് താക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരുപാട് കാലം തുടർന്നാൽ വലിയൊരു പോപ്പുലേഷനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഇടയിലേക്ക് ഇപ്പം ഈ ഇത്തരം എലിമെൻറ്റ്സ് നുഴഞ്ഞു കയറി തുടങ്ങിയിട്ടുണ്ട് ചില കേസിൽ. എല്ലാവരും നല്ല ഇത്തരം എലിമെൻറ്റ്സ് പുറത്തുനിന്ന് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി, ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിക പോലുള്ള സാധനങ്ങൾ നുഴഞ്ഞു കയറുന്നുണ്ട്. അവർക്കൊരു ലോജിസ്റ്റിക് സപ്പോർട്ടും ഇവിടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഇവരോട് ഈ നുഴഞ്ഞു കയറി വരുന്ന മനുഷ്യനായ ഈ അഭയാർത്ഥികളോട് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ എമിഗ്രൻസ് നമുക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളോട് നമുക്കൊരു സഹതാപം തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് ബേസിക്കലി രാജ്യസുരക്ഷയും നമ്മുടെ സുരക്ഷയും തന്നെ അപകടത്തിലാവുന്ന രീതിയിൽ വരികയും ഇവിടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരികയും അങ്ങനെ
ഇവിടെ രാജ്യം തന്നെ ക്രൈസിസിലേക്ക് നീങ്ങാൻ വരുന്ന ഒരു വിദൂര സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്റ്റേണായിട്ട് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ അവരെ ലീഗലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഡീപ്പോർട്ട് ചെയ്യുക. അതെന്ത് വേണമെന്ന് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട, പിന്നെ മാത്രമല്ല ഇന്ത്യ ഒരു റീജിയണൽ സൂപ്പർ പവറാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഹാർഷായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു. ഇപ്പം തന്നെ നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അത് പല കാരണങ്ങളുണ്ടാണ്. ചൈനയുടെ കളിയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഇപ്പോൾ അടുത്ത കാലം വരെ ബംഗ്ലാദേശായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് വിഷയം നമ്മൾ അധികം ഇടപെടാതിരുന്നത്. ഇപ്പം മറ്റേ പരന്നാഥ് യൂനിസ് വന്നതിന് ശേഷമാണ് നമ്മൾ ഒരു ഹോസ്റ്റൈലായി മാറിയിട്ടുള്ളത്. നാളെ ബംഗ്ലാദേശ് മാറ്റം വരാം. ഇതൊക്കെ എന്ന് വെച്ചാൽ ട്രിഗർ ചെയ്യുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ. അവിടെ 45% ആളുകളും 40% ആളുകൾ ഇപ്പോൾ ഇന്ത്യയാണ്. ഇന്ത്യ ആൻറ്റി ഇന്ത്യനായിട്ട് 40% ഉണ്ട്, 20% ന്യൂട്രലാണ്. അതാണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ എന്നെങ്കിലും ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അത് കുറച്ച് മാനുഷിക മുഖത്തോടു കൂടി ഫിക്സ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ ആളുകളെയൊക്കെ കയ്യും കാലും ഒക്കെ കെട്ടിക്കൊണ്ടുവന്ന് സൈനികമാനത്ത് കൊണ്ടുവന്നല്ലോ. അത് എന്താ അവന്മാർ വലിയ തീവ്രവാദി എന്താണ് കുറ്റവാളികളാണെന്ന് കേട്ടു. പക്ഷേ ആയിരിക്കാം, കുറച്ച് പേരായിരിക്കാം. പക്ഷേ ആ കൊണ്ടുവരുന്ന കാണാൻ എനിക്ക് വിഷമം തോന്നി. ബിക്കോസ് ഏതൊരു ഇന്ത്യക്കാരനും വിഷമം തോന്നും, തീർച്ചയായിട്ടും വിഷമം തോന്നില്ല. പക്ഷെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ട്രെയിനുകളിലൊക്കെ ഒരു 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റൊക്കെ ഒപ്പിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് മാന്യമായി തന്നെ വിടുന്നതാണ് ഇന്ത്യയുടെ ഒരു അന്തസ്സിന് നിരക്കുന്നത്. അതുപോലെ ഇവരെയും നമുക്ക് അന്തസ്സോടുകൂടി വിടുന്നത്. അപ്പോൾ അവരുടെ ആത്മാഭിമാനത്തെ അത് വ്രണപ്പെടുത്താത്ത ട്രംപ് ചെയ്ത വേറെ കാര്യമുണ്ട്. ഇനി ഒരുത്തിന് അങ്ങോട്ട് പോകരുത്. അമേരിക്ക ഇവർക്ക് ഭയപ്പെടുത്തല നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, അല്ല ഒരു വിശ്വാസം ഉണ്ടായി. അങ്ങനല്ല, ഞങ്ങൾ വളരെ ഹാഷാന്നുള്ളൊരു ഫീൽ കൊടുക്കാൻ പറ്റി. 2 അവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ അമേരിക്കയുടെ ഒരു അജണ്ട നടക്കുന്നുണ്ട്. അമേരിക്കൻ ദേശീയത എന്നല്ല, അവിടെ ഒരു കൺവേർഷൻ വളരെ ശക്തമാണ്, അമേരിക്കൻ മതത്തിൻ്റെ കൺവേർഷൻ. അപ്പം അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ ആ വിവാദപ്പെട്ട ഒരാൾ അവർ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മതി. ഇറ്റ്സ് എ മെസ്സേജ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.